ഹായ്, അങ്ങനെ നമ്മുടെ ഡ്യൂറൻ കപ്പിൽ രണ്ടാമത്തെ മാച്ച് കഴിഞ്ഞു. ഫസ്റ്റ് മാച്ച് നമ്മൾ ടെബൂത്തിന് ജയിച്ച ഒരു കോൺഫിഡൻസ് കൂടിയാണ് ഈ മാച്ചിലേക്ക് പോയത്. പക്ഷേ ഈ മാച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള പോയിൻ്റാണ്. അത് കോച്ചിനും അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. കോച്ച് പ്രീ മാച്ചിൽ അങ്ങനെ പറഞ്ഞായിരുന്നു. പണ്ട് ഇവാൻ ഇങ്ങനെ പറയും പ്രീ മാച്ചിൽ, പക്ഷേ കളിക്ക് വരുമ്പോൾ വേറൊരു സംഭവമായിരിക്കും. പക്ഷേ കോച്ച് എന്തായാലും കുറച്ചും കൂടി ഡിഫെൻസീവായിട്ടുള്ള അപ്രോച്ചാണ് നമ്മൾ ഈ മാച്ചിൽ കാണാനായിട്ട് സാധിച്ചത്. മുംബൈക്കെതിരെ മാച്ചിൽ നമ്മൾ 4-3 പക്ക ഫോർമേഷൻ ആയിരുന്നു. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരുന്നെങ്കിലും ഫ്രണ്ട് 3 ഇൻടാക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ മാച്ചിലേക്ക് വന്നപ്പോൾ ഫ്രണ്ട് 3 പുള്ളി ചെറുതായിട്ടൊന്ന് മാറ്റി എമിനു അവരോട് ഒരു ലൂണേനെ കൊണ്ടുവന്നിട്ടു. ലൂണ അപ്പോൾ ഒരു വിങ്ങർ എന്ന രീതിയിലധികം ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ നമ്മളുടെ നോഹ കഴിഞ്ഞ കളിയിൽ പലപ്പോഴും ഒരു 4-3 ഈ മാച്ചിലും 4-3 ഫോർമേഷൻ നമ്മൾ വരുമെന്നുണ്ടെങ്കിലും പലപ്പോഴും ഓഫ് ദ ബോൾ ലൂണ കുറച്ചും കൂടി ഇറങ്ങി നിന്നിട്ട് ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ കളിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വേരിയേഷൻ നമ്മൾ കൊണ്ടുവന്നു. അതാണ് നമ്മുടെ ഒരു പ്രധാനമായിട്ടുള്ള ചേഞ്ച് ഒന്നും. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് കളിക്കുക എന്നല്ല, അതൊരു വേരിയേഷൻ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് എടുത്ത് പറഞ്ഞു. പഞ്ചാബിൻ്റെ സേഫ് വരാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വേരിയേഷൻ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ സ്റ്റിൽ അറ്റാക്കിംഗ് ആയിട്ടാണ് കളിച്ചത്. നമ്മുടെ ഫുൾ ബാക്സൊക്കെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലൊക്കെ ഷെയ്ഫൊക്കെ പലപ്പോഴും ബോക്സിനുള്ളിലേക്ക് വന്നിട്ട് നമ്മൾ അറ്റാക്കിംഗ് മൈൻഡോടെ തന്നെ എവിടെയാണ് കളിച്ചത്, അതിലൊരു സംശയമില്ല. നമ്മൾ നന്നായിട്ട് കളിച്ചില്ല, അതുകൊണ്ട് അധികം ചാൻസ് ക്രിയേറ്റ് ചെയ്തില്ല. പക്ഷേ പഞ്ചാബിൻ്റെ സൈഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ പഞ്ചാബ് ഭയങ്കര ഡിഫെൻസീവ്ലി ഓർഗനൈസ്ഡ് ആയിരുന്നു. അവർ ഭയങ്കര സേഫ് ആയിട്ടുള്ള ഗെയിമാണ് നമുക്കെതിരെ കളിച്ചത്. അവരുടെ ബാക്ക് ഫോർ പലപ്പോഴും ഇൻടാക്റ്റ് ആയിരുന്നു. അവർ ഫുൾ ബാക്കൊന്നും അധികം ഓവർലോപ്പിന് പോയില്ല. നമ്മുടെ പ്ലെയർ ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിന്ന് കളിക്കാമെന്നുള്ളൊരു സമീപനമായിരുന്നു. അത് പോരാണ്ട് 2 ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് നിഖിൽ പ്രഭും വിനീത് റായും അവർ ചത്ത് കളിച്ചിട്ടുണ്ട്. അവരെ സെൻട്രൽ ബാക്സ് ആയാലും ഇന്ത്യൻ പ്ലേയേഴ്സ് ആയാലും അവർ ചെയ്യേണ്ട കാര്യം വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവർ ഡിഫൻസ് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സേഫായിട്ടാണ് അവർ കളിച്ചത്. പക്ഷേ നമ്മൾ അടിച്ച ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കോൺട്രാക്റ്റാണ്. നമ്മൾ അവരുടെ ഡിഫൻസ് ലൈനിൻ്റെ പിറകിൽ പോയി നിന്നിട്ട് അവരുടെ ഡിഫൻസിൻ്റെ മൊത്തം കീറി മുറിച്ചൊരു ക്രോസ് ഇട്ടിട്ടാണ് നമ്മൾ ഫാർ പോസ്റ്റിൽ ടാപ്പിൻ ചെയ്തിട്ട് ഗോൾ അടിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഫാർ പോസ്റ്റിൽ നമ്മുടെ സ്ട്രൈക്കർ വന്നിട്ട് വിങ്ങർ വന്നിട്ട് സ്ട്രൈക്കറായിട്ട് അടിക്കുന്ന ഗോൾ എന്തായാലും ഈ സീസണിൽ കൂടുതലായിരിക്കും. ആ 4-3 ഫോർമേഷനിൽ വരുന്ന ഒരു സംഭവമായതുകൊണ്ട് അങ്ങനത്തെ ഒരു ഗോളാണ് നമ്മൾ ഈ കഴിഞ്ഞ കളി കളിച്ചത്. പക്ഷേ നമ്മുടെ മെയിൻ പ്രശ്നം വന്ന മിഡ്ഫീൽഡ് ഭയങ്കര മോശമായിരുന്നു. നമ്മളിങ്ങനെ കളിച്ചാൽ പോരാ, മിഡ്ഫീൽഡ് വീക്കായിരുന്നു. ഫ്രം ലൂണയുടെ സൈഡിൽ നിന്നായിരുന്നുണ്ടെങ്കിലും ഭയങ്കര മിസ്പാസും കാര്യങ്ങളും ഓപ്ഷൻസ് കറക്റ്റായിട്ട് പിക്ക് ചെയ്തിരിക്കുക. അങ്ങനൊരു മോശം ഗെയിമാണ് ഓൾ ടുഗദർ നമ്മുടെ മിഡ്ഫീൽഡിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇത്രയും ഒരു എന്താ പറയുക, പഞ്ചാബ് ഫുൾ ഫോഴ്സിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോഴും നമ്മൾ പറഞ്ഞ മിഡ്ഫീൽഡ് കുറച്ചും കൂടി ഹോൾഡ് നമ്മുടെ സൈഡിൽ നിന്ന് വേണമായിരുന്നു. അത് നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതൊരു വീക്ക്നെസ് തന്നെയാണ്. പക്ഷേ ഓൾ ടുഗദർ നമ്മൾ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ബോൾ നമ്മൾ വേണമെങ്കിൽ നല്ല രീതിയിൽ കളിച്ചെന്ന് പറയാം പഞ്ചാബിനേക്കാളും. പക്ഷേ പഞ്ചാബ് എന്ത് പറഞ്ഞാൽ ഒരു ഗോൾ അവർ ആദ്യം അടിച്ചു. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഹാഫ് സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാലത്ത് തന്നെ ബോൾ നമ്മൾ തന്നെയാണ്, പാസ്, അറ്റാക്ക്, ത്രെറ്റ്, കോർണർ എല്ലാം നമ്മൾ തന്നെയാണ് അഡ്വാൻറ്റേജ്. പക്ഷേ പഞ്ചാബ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ സേഫായിട്ട് ഒരു 4 മൺ ഡിഫൻസ്, ബോൾ കിട്ടുമ്പോൾ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് അവർ കളിക്കും. എന്നാലും അവരെ ഫുൾ ബാക്സ് ഒന്നും ഒരു പൊസിഷൻ വിട്ട് അങ്ങോട്ട് പോയി റിസ്ക് എടുത്തുള്ള കളി അവർക്കില്ല. അറ്റാക്കിലേക്ക് അധികം പെണ്ണിനെ അവർ കമ്മിറ്റ് ചെയ്തില്ല. പക്ഷേ കമ്മിറ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ലൂക്ക മാച്ചിനെ അതേപോലെ തന്നെ നിഹാലിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റി. അങ്ങനെ ഒരു പ്രധാനമായിട്ട് യൂസ് ചെയ്ത് ലോങ് ബോളാണ്. ഈ ലോങ് ബോൾ കളിക്കുമ്പോൾ പലരും നമ്മൾ കളിക്കുമ്പോൾ ചീത്ത പറയും. പക്ഷേ ഇങ്ങനത്തെ അവസരങ്ങളിൽ ലോങ് ബോൾ കളിക്കണം. ഒരു ഡിഫൻസീവ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ലോങ് ബോൾ കൊടുത്ത് പ്രോപ്പറായിട്ട് അവർ ലോങ് ബോൾ കൊടുത്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് അവർ ഉണ്ടാക്കിയിട്ടുള്ള ത്രെറ്റ് ഭൂരിഭാഗം നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ്. നമ്മൾ പക്ഷേ പാസ്സൊക്കെ എടുത്തിട്ടാണ് മിഡിൽ ഒരു ആധിപത്യം ഉണ്ടാക്കാനും ബ്രേക്ക് ചെയ്യാനനുസരിച്ച് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു 3-4 പാസ്സിൽ നമ്മൾ മിസ് പാസ് ഇല്ലാണ്ട് കളിക്കണം. അത് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. അതാണ് നമ്മൾ തമ്മിലൊരു പ്രധാന വ്യത്യാസം. പക്ഷേ അവർ ആ സമയം ഡിഫെൻസീവ്ലി ഓർഗനൈസ് ചെയ്തിട്ട് ലോങ് ബോൾ വെച്ച് കളിച്ചു. അത് വെടിപ്പായിട്ട് അവർ ചെയ്തു. അവരുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ആയിട്ടുള്ള ലൂക്ക മാഞ്ചിനും അതിൽ നിഹാലിനൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തു. പലപ്പോഴും നമ്മുടെ ഒരു മിഡിൽ നിന്ന് ഒരു പ്രസ് വരും. മിഡിൽ നിന്ന് പ്രസ്, ഇനീഷ്യൽ പ്രസ് കഴിഞ്ഞിട്ട് മിഡിൽ നിന്ന് പ്രസ്. അപ്പോൾ മിഡിലെ പ്ലെയേഴ്സ് കയറി വരും. അപ്പോൾ മിഡിൻ്റെയും ഇതേപോലെ ബാക്ക് ലൈൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലേക്ക് ലോങ് ബോൾ കൊടുക്കുക. ആ ഒരു 2 പ്രസ്സിനെ അതിജീവിക്കാനായിട്ട് പറ്റും. അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റി. അതേപോലെ തന്നെ നമ്മളെങ്ങനെ നോഹേനെ യൂസ് ചെയ്യണമായിരുന്നു. നോഹേനെ പലപ്പോഴും വിങ്ങിൽ ഓടിച്ച് നോഹയുടെ സൈഡിൽ നിന്ന് ക്രോസ് ഇട്ട് വരുമ്പോൾ ആൾക്കാർ ചീത്ത പറയും, ഇതെന്ത് കളി, ഇത് പ്ലാൻ. നോഹേനെ പിന്നെ ഉപ്പിലിടാൻ വേണ്ടി വാങ്ങിച്ചാല. അങ്ങനെ തന്നെയാണ് പുള്ളി കളിക്കുന്നത്. പുള്ളി ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള റോളും അങ്ങനെയാണ്. ആ രീതിയിലും നമ്മൾ നോഹേനെ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഈ കളിയിൽ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അധികം നല്ല ലോങ് ബോൾസ് നോഹയിലേക്ക് ഓവർ ദ ഹെഡ് ബോൾ കൊടുത്തില്ല. പക്ഷേ ഈ കേസ് പഞ്ചാബിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിലോ നിഹാലിൻ്റെ റൺസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. നമുക്കത് പറ്റിയിട്ടില്ല. നമ്മൾ കുറച്ചും കൂടി ആ രീതിയിൽ പ്ലാൻ ചെയ്യണം. കാരണം നോഹ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. ഒരു പുള്ളിയുടെ ആ റൺസ് യൂസ് ചെയ്യുക, അവിടെ നിന്ന് ക്രോസ് അല്ലെങ്കിൽ ഷൂട്ട് ആ രീതിയിൽ നമ്മൾ പുള്ളിനെ വെച്ച് കുറച്ചും കൂടി പ്ലാൻ ചെയ്യണം. അത് നമുക്ക് പറ്റിയില്ല. പക്ഷേ പഞ്ചാബി പറഞ്ഞ പോലെ ലോങ് ബോളൊക്കെ നല്ല രീതിയിൽ കൊടുത്തു. അവരുടെ ത്രെറ്റുകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഗോളടിച്ചാലും വേറെ സേവ് ചെയ്ത് ത്രെറ്റായാലും ഇങ്ങനെ ലോങ് ബോൾ വരുന്ന കേസാണ്. അത് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പരാജയപ്പെടുന്നു, അവർ ത്രെറ്റ് ഉണ്ടാക്കും. ആ ഒരു കേസാണ്. സിമ്പിളായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ അവർ വലിയ എന്താ പറയുക ഭയങ്കര ടാക്റ്റിക്കലായിട്ട് വീറ്റം ചെയ്തൊരു സംഭവമല്ല. നമ്മളുടെ ഡിഫൻസിൻ്റെ ഇൻഡിവിജ്വൽ എറേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതി കൊണ്ട് ഉണ്ടായിട്ടുള്ള ത്രെറ്റുകളാണ് ഭൂരിഭാഗം. ഇങ്ങനെ ആണ് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും.
പിന്നെ പഞ്ചാബിൻ്റെ കേസിൽ എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ് നിഖിൽ പ്രഭു എന്നുള്ള പ്ലെയർ. കഴിഞ്ഞ മാച്ചിലും പഞ്ചാബിനോട് പുള്ളിക്കൊരു അസിസ്റ്റൻ്റ് ആയിരുന്നു, അസിസ്റ്റ് ആയിരുന്നുള്ളൂ. പക്ഷേ ഈ മാച്ചിൽ പുള്ളിക്കൊരു അസിസ്റ്റ് വന്നു. പുള്ളിക്ക് ഒരു അത്യാവശ്യം വിഷനും കാര്യങ്ങളും ഉണ്ട്, അവയർനെസ് ഉണ്ട്, ഡിഫൻസീവിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ, പെപ്പറാനൊക്കെ നല്ല രീതിയിൽ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ലോങ് ബോൾ, ഒരു മിഡിൽ നിന്നൊരു ലോങ് ബോൾ വരേണ്ട സിനാരിയോസ് ഉണ്ട്, പഞ്ചാബിൻ്റെ കേസിൽ ആവശ്യമായിരുന്നു. അത് പുള്ളി നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു. ഒരു പുള്ളി കൊടുത്ത റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിഫൻസിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടൊരു സിംഗിൾ ബൂറ്റായിട്ട് കളിക്കുന്നു. പക്ഷേ ഈ പുള്ളി എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെൻറ്റർ ബാക്ക് പോകും, ആ ഗ്യാപ്പിലേക്ക് സ്ലോട്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ അമ്മജാവ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള റോളാണ് പുള്ളിയോടെ കളിച്ചുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ പുള്ളിക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. ആ ഫസ്റ്റ് ഗോൾ വന്നാലും ഒരു കറക്റ്റ് ബോൾ അങ്ങനെയൊക്കെ ഒരു ഇന്ത്യൻ പ്ലെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇതുണ്ട്. അത് പുള്ളിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഡിഫൻസ് വൺ ഷോ ഐബാനത് മാർക്ക് ചെയ്തില്ല. അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് പുള്ളി ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ബോളായിരുന്നു. സിമ്പിളായിട്ട് അത് പോയി. ഒന്നിനും ഓഫ് സൈഡ് ട്രാപ്പ് ഇടണം, അല്ലെങ്കിൽ അത് കോൾ ഔട്ട് ചെയ്തിട്ട് ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കണം. അത് രണ്ടും ചെയ്യാൻ പുള്ളിക്ക് പറ്റിയില്ല. അതേപോലെ നമ്മൾ വേറൊരു ത്രെറ്റ് വന്നത് സോം സേവ് ചെയ്ത ത്രെറ്റായാലും ഇതേപോലെ തന്നെ ലോങ് ബോൾ വന്നു. ഡിഫൻസിൽ നിന്ന് വെറുതെ തൂക്കിയിടുക, അത് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഐബാന്. പിന്നെയും ഒരു മിസ്റ്റേക്ക് ഉണ്ടായി. എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ ഒരു ബോൾ ഉണ്ടായിരുന്നു. അത് ഭാഗ്യത്തിന് ഫിലിപ്പ് എന്നുള്ള പ്ലെയർ അടിച്ചില്ല. ഇങ്ങനെ നമ്മളുടെ ഒരു സിമ്പിളായിട്ടുള്ള ഡിഫൻസീവ് മിസ്റ്റേക്കുകൾ നമ്മളെ സൈഡിൽ നിന്ന് വരണം. അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഡിഫൻസ് നാല് പേര് അവിടെ നിൽപ്പുണ്ട്. അവർ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യണം. ഒരു കേസിലുണ്ട് ഐബാൻ ഹെഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടുവ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കടുവ ഒന്നുമില്ലെങ്കിൽ കോൾ ചെയ്തിട്ട് പുള്ളി ഹെഡ് ചെയ്യുക, അല്ലെങ്കിൽ ഐബാൻ ഹെഡ് ചെയ്തില്ല, അല്ലെങ്കിൽ സെക്കൻഡ് ബോൾ നോക്കി നിൽക്കുക. ഇതൊന്നുമില്ല, പുള്ളി ഇങ്ങനെ ബോൾ നോക്കി നിൽക്കുക. അത് അതിൻ്റെ കടുവയുടെ പറയിൽ കൂടെ സിംഹം ഓടി കയറുന്നുണ്ട്. അത് കടുവ കാണുന്നില്ല. ആ ഒരവസ്ഥ. ഒരു അവയർനെസ് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ ഡിഫൻസ് നമ്മുടെ വൻ ശോകമായിരുന്നു ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ അപ്പം തന്നെ കടുവരെ വലിച്ച് കയറ്റാനായിരുന്നു. പുള്ളി ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടാണ്. പുള്ളിക്ക് സ്ഥിരമുള്ള പരിപാടി. ഹെഡ് ചെയ്യണ പോട്ടെ, ഹെഡ് ചെയ്ത് പോയിട്ട് അവിടെ പുള്ളിയുടെ കളി സ്റ്റോപ്പാണ്. പുള്ളിയുടെ കളി അവിടെ പോയി. പിന്നെ പുള്ളിയോട് അങ്ങനെ പൊട്ടനായിരുന്നു ഞാൻ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഏകനായിട്ട് ഇങ്ങനെ നടക്കണം. അങ്ങനെ നടക്കാൻ പാടില്ല. ഇരിക്കും നമ്മൾ ബോൾ വലയുടെ ഉള്ളിൽ പോയി, വലയുടെ ഉള്ളിൽ പോകണം പോട്ടെ. റഫൽ വിസിൽ വിളിക്കുന്ന വരെ നമ്മൾ ഗെയിമിൽ എൻഗേജ് ആയിരിക്കണം. ഇത്തരം എന്താ പറയുക, ഒരു കേരള സൈഡ് നമ്മൾ ഗ്രൗണ്ടിൽ ആക്ട് ചെയ്യാനായിട്ട് പാടില്ല. അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. സെൻറ്റർ ബാക്ക് പ്ലെയറാണ്, ഒരിക്കലും ചെയ്യില്ല. വേറൊരു പ്ലെയർ റൺ നീക്കുന്നത്, എന്നാൽ ആ പ്ലെയർ മാർക്ക് ചെയ്യുക, റീബൗണ്ട് വരണമെങ്കിലും ക്ലിയർ ചെയ്യാൻ കിട്ടും. ഇങ്ങനെ ഒരു ഭയങ്കര അലസായിട്ട് ഞാനൊക്കെ അപ്പം തന്നെ തിരിച്ചു പിടിച്ച് ബെഞ്ചിലെടുത്ത് ഞാനായിരുന്നു. ആ രീതിയിലാണ് നമ്മളെ ഡിഫൻസ് പൊതുവെ കളിച്ചിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ പറയുക. പിന്നെ കുറച്ചും കൂടി എനിക്ക് ഡിഫൻസ് ലൈനിൽ ഭയങ്കര ഇതായിട്ട് തോന്നി നിഹാലിൻ്റെ റൺസൊക്കെ പിടിക്കാൻ പറ്റുമോ ഷഹീബ് എന്നുള്ള പേടിയാണ്. എന്നാൽ ഷഹീബ് നല്ല രീതിയിൽ കളിച്ചു. പുള്ളി ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എടുത്ത് കളിച്ചു. അതായത് പുള്ളി ഒഫൻസീവ് ഡ്യൂട്ടി ഉണ്ട്, ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ ഒഫൻസീവ് ഡ്യൂട്ടി ഉണ്ട് ഡിഫൻസ് ലൈനിൽ. പുള്ളി റണ്ണ് വയ്ക്കുന്നു, അതേപോലെ തിരിച്ചു വന്നിട്ട് പുള്ളി എന്താ പറയുക, ചിലപ്പോൾ നിഹാൽ വളരെ ഫ്രണ്ടിലായിരിക്കും, എന്നാലും പുള്ളി അത് വിട്ടു കൊടുക്കാണ്ട് പുള്ളി വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ടൈമിൽ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിലൊരു പുള്ളി ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ പുള്ളി പറഞ്ഞ പോലെ ഡിഫൻസിൽ വളരെയധികം ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട്. പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ മാച്ചിലായി റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, പലപ്പോഴും പുള്ളിക്ക് ആ പാസ് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓപ്പോസിഷൻ പ്ലെയർക്ക് എത്തോ ഇല്ലയോ, കമ്മിറ്റ് ചെയ്യണോ വേണ്ടയോ, ഒരു പ്ലെയറെ കണ്ടെയ്ൻ ചെയ്യണം. ഒന്നില്ലെങ്കിൽ റീച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും പ്ലെയറെ പറയിലേക്ക് വിടരുത്. ആ രീതിയിൽ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനായിട്ട് പറ്റണം. അത് പുള്ളി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു പക്ക നല്ലൊരു ഫുൾ ബാക്കാണ്. ആ ഒരു തേർഡ് മെമ്മൊക്കെ റൺ ചെയ്തുകൊണ്ട് പുള്ളി കറക്റ്റായിട്ട് റീഡ് ചെയ്തിട്ട് റൺ ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ഇയർ നവോച്ച ആയി കഴിഞ്ഞാലും നമുക്ക് ലാക്ക് ചെയ്തൊരു സംഭവമാണ് ഇതുപോലെ ഒരു ഒഫൻസീവായിട്ട് പ്ലേ കളിക്കുക എന്നുള്ളത്. അത് ഷേവിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നല്ല ക്രോസുകൾ വരുന്നില്ല, പക്ഷേ പുള്ളി ആ മൂവ്മെൻറ്റൊക്കെ കറക്റ്റായിട്ട് വരുമ്പോൾ തന്നെ അതൊരു ത്രെറ്റാണ്. ഇന്നലെ നാളെ എന്തെങ്കിലും പുള്ളിക്കൊരു ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഒരു വിഷയമാണ്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മിലോസിൻ്റെ സൈഡിലേക്ക് കഴിഞ്ഞാൽ ഒരു ഫോറിൻ DBയുടെ സൈഡിൽ നിന്നുള്ളൊരു ഇൻപുട്ട് നമുക്ക് കിട്ടുന്നില്ല പലപ്പോഴും. ഇങ്ങനെ ഒരു അവയർനെസ്സിൻ്റെ കേസിൽ, ഫിസിക്കൽ പ്രസൻസിൻ്റെ കേസിലും ഒക്കെ പുള്ളിക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ബാക്കി പറഞ്ഞാൽ നമ്മൾ ഡിഫൻസ് ഇങ്ങനെ ചെയ്താൽ പോരാ, നമ്മളുടെ ഇൻഡിവിജ്വൽ എറേഴ്സാണ്. ഇപ്പോൾ ഐബാനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് ഹെഡൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോൾ നല്ല കട്ടക്കെട്ടൊക്കെ കേൾക്കുന്ന സന്ദീപ് സിംഗ് ഉണ്ട്. നമ്മളെ ആരാണ് ബച്ചേനടക്കം പിടിച്ച് നിർത്തി ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്തുള്ള ഒരു സെൻറ്റർ ബാക്കാണ്. അതും പുള്ളിക്ക് കിട്ടിയ ചാൻസിൽ പുള്ളിക്ക് ഇപ്പം ഐബാൻ അധികം ഒഫൻസീവ് ഡ്യൂട്ടി ഇല്ലെങ്കിൽ ഈ സന്ദീപ് സിംഗിനെ പിടിച്ചിട്ടാൽ മതി. പുള്ളി അവിടെ നിന്ന് എന്തായാലും ഇങ്ങനത്തെ മിസ്റ്റേക്ക് ഒന്നും ചെയ്യില്ല. പുള്ളി ഹെഡ് ചെയ്ത് കളഞ്ഞോളൂ. ആണെങ്കിൽ ബോളും ആളെ ഒരുമിച്ച് പുള്ളി ഹെഡ് ചെയ്ത് കളയും. നല്ല കമ്മിറ്റ്മെൻ്റ് ഉള്ള പ്ലെയറാണ്. വേണമെങ്കിൽ ഒഫൻസീവ് യൂസ് ചെയ്യാം. ഐബാനെ പോലെ നല്ല ചിലപ്പോൾ പ്രോപ്പർ ക്രോസുകളൊന്നും വന്നില്ല വരും, പക്ഷേ ഡിഫൻസീവ് അറ്റ്ലീസ്റ്റ് പുള്ളി പ്രോപ്പറായിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിഫൻസിൻ്റെ കാര്യം പറയാനുള്ളത് നമ്മൾ എങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഫ്രെഡിയുടെ കേസ്, ഫ്രെഡിക്കാണ് മാൻ ഓഫ് ദ മാച്ച് കൊടുത്തത്. പക്ഷേ
നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിഖിൽ പ്രഭു എന്ത് ചെയ്തു അതും നമ്മുടെ ടീമിന് ചെയ്യണം. എന്നാലേ നമ്മൾ ഈ ഫ്രണ്ട് 3 നമ്മൾ 4-3-3 ഫോർമേഷൻ കളിക്കുമ്പോൾ ഇവൻ നമ്മുടെ മിഡ്ഫീൽഡ് മര്യാദ ഫംഗ്ഷൻ ചെയ്യില്ലെങ്കിൽ ഫ്രണ്ട് 3 എന്ത് ചെയ്യും, ഇനാക്റ്റീവായിട്ട് പോകും. നമ്മൾ എത്ര 2ക്ക് കൊണ്ടുവന്ന് പറഞ്ഞു, പക്ഷേ എന്നാലും നമ്മളൊരു ഫ്രണ്ട് 3 ഫിക്സ്ഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു സീസണിൽ പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് 3 നമ്മൾ ഇൻവോൾവ് ചെയ്യണം. ഈ മാച്ചിൽ ലൂണ അല്ലെങ്കിൽ പെപ്ര അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ നമ്മുടെ നോഹ, ഇവരെ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ മിഡ്ഫീൽഡിൽ പറ്റണം. ഇപ്പോൾ ചിലപ്പോൾ ഷോർട്ട് പാസ് പറ്റില്ലെങ്കിൽ ലോങ് ബോൾ കൊടുക്കണം. നല്ല ലോങ് ബോൾ കൊടുത്തിട്ട് നിഖിൽ പ്രഭു അങ്ങനെ ചെയ്തു, അതേപോലെ കൊടുത്തിട്ട് ഇവരെ റൺസൊക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പറ്റണം. അത് ഡെലിവറി ചെയ്യാനായിട്ട് ഫ്രെഡിക്ക് പറ്റിയിട്ടില്ല. ഒരു 4 DM ഒക്കെ വരികയാണെങ്കിൽ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. ഇങ്ങനെ ഇന്ത്യൻ പ്ലേയേഴ്സ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടാണ്. ഫ്രെഡിയിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ഈ മാച്ചിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പുള്ളിയുടെ സൈഡിൽ നിന്ന് വരുന്നില്ല. ഒരു കറക്റ്റ് അത് കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. പലപ്പോഴും ഇതുപോലെ ലൂണ ഇറങ്ങി വന്നിട്ട്, അതായത് ഇങ്ങനെയുള്ള കളിക്കുന്ന ഒരു പ്ലെയറൊക്കെ ഇറങ്ങി വന്നാൽ സെൻട്രൽ മിഡിൽ കളിക്കുന്ന പ്ലെയർ DMൻ്റെ പുഷിൽ വന്നിട്ട് DPയിൽ നിന്ന് റണ്ണ് പിക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ആ ഒരു ഇത് വരരുത്. അപ്പോൾ നമ്മുടെ ഫോർമേഷൻ മൊത്തം അങ്ങോട്ട് മാറിപ്പോകും. അവിടെ ബോളെത്തുമ്പോൾ ഒരു പ്ലെയറുടെ ഒരു അഭാവം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരു പ്ലെയർ ഇറങ്ങി വരികയാണെങ്കിൽ ആ പ്ലെയറുടെ അഭാവം നമുക്ക് അവിടെ ബോൾ ഫ്രണ്ടിലെത്തുമ്പോൾ ഉണ്ടാവും. അതുണ്ടാവരുത്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ സെൻട്രൽ ബാക്കിന് ചെയ്യാവുന്ന ഡ്യൂട്ടിയുള്ളൂ, അവർ തന്നെ അത് ചെയ്യണം. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് ഫ്രെഡിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫ്രെഡിനെ വെച്ചാണ് നമ്മൾ മൊത്തം സീസൺ പ്ലാൻ ചെയ്യുന്നത്. ഫ്രെഡിക്ക് എന്തെങ്കിലും ഇഞ്ചുറി കിട്ടി കഴിഞ്ഞാൽ ഫ്രെഡിയുടെ റോൾ ചെയ്യാൻ പിന്നെ അസറൊക്കെയാണുള്ളത്. പക്ഷേ ഇപ്പോൾ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോറിൻ ടീമിനെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എന്തായാലും തൽക്കാലം ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. നമ്മൾ അത്ര മോശം പ്രകടനമൊന്നുമല്ല, രണ്ടാമത്തെ കോമ്പറ്റീറ്റീവ് മാച്ചായിട്ടുള്ളൂ. കോച്ചിനും ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെയാണ് കളിയൊക്കെ വരുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് അടുത്ത മാച്ചിൽ കാണാൻ പറ്റും തോന്നും. എനിക്ക് ഇന്നത്തെ മാച്ച് പ്രധാനമായിട്ട് തോന്നുന്നു കുറച്ചും കൂടി ഒരു നമ്മുടെ ഒരു മിഡ്ഫീൽഡിൽ ഒരു വേരിയേഷനൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോപ്പർ CDM വരണം, ഒരു ഫോറിൻ CDM വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കോയഫ് CDM കളിക്കും, പക്ഷേ പുള്ളി പറഞ്ഞ പോലെ ആ രീതിയിൽ ഒരു ആങ്കർമാനായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണെന്ന് തോന്നുന്നില്ല. ഇപ്പം നമ്മൾ ഇനി ഒരു സൈനിങ് ബാക്കിയുള്ളൂ, നമ്മൾ സെറ്റീരിനെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് മിക്കവാറും നല്ലൊരു സെൻറ്റർ ഫോർവേഡ് ആയിരിക്കും. പിന്നെ പെപ്രോനെയാണ് നമുക്ക് ഓഫ് ലോഡ് ചെയ്യാനായിട്ട് പറ്റുക. അങ്ങനെ പെപ്രോനെ ഓഫ് ലോഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഫോറിൻ CDM കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി ബാലൻസ് നമുക്ക് നമ്മുടെ സ്ക്വാഡിൽ കിട്ടും. ക്വാളിറ്റി വേണം നമുക്ക്, എന്നാലേ ഒരു ഇങ്ങനത്തെ മാച്ചുകൾ അല്ലെങ്കിൽ ഇതിനേക്കാളും ടഫായിട്ടുള്ള മാച്ചിലൊക്കെ വരുമ്പോൾ മിഡ്ഫീൽഡിൽ ഒരു ഹോൾഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഗെയിം ഒരു CDMൻ്റെ റോൾ കളിക്കുന്ന പ്ലെയറുടെ സൈഡിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ അത്രയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അടുത്ത മാച്ച് ഈ ആർമി ആയിട്ടാണ്. അത് കുറച്ചും കൂടി എളുപ്പമുള്ള മാച്ചായിരിക്കും. ആർമി മുംബൈ ആയിട്ടുള്ള മാച്ച് കണ്ടായിരുന്നു, 2 ഗോൾ മാത്രം കണ്ടവർ അടിക്കാനായിട്ട് പറ്റുള്ളൂ, നമ്മൾ 8 ഗോൾ അടിച്ച ഒരു കളിയിൽ. പിന്നെ ആർമി ഇതേപോലെ ഇങ്ങനെ ചിലപ്പോൾ നമുക്കെതിരെ സേഫായിട്ട് കളിക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ജയിക്കാനും അടുത്ത റൗണ്ടിലേക്ക് പോകാനും ചാൻസ് ഉള്ളൊരു മാച്ച് തന്നെയാണ്. അപ്പോൾ എന്തായാലും ആർമിയുടെ മാച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ. നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. അന്നോ? അല്ല, അന്നല്ല, അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്തു തട്ടിയിട്ട് പറയാണ്, ഇത്രയും വിദഗ്ധമായി ഈ ദൗത്യം നിർവഹിച്ച നീ യഥാർത്ഥത്തിൽ സമർത്ഥനാണ്, സംശയമില്ല. മുതലാളിയെ പോലുള്ളവരുടെ അനുഗ്രഹവും പിൻബലവും ഉണ്ടെങ്കിൽ ഇതിലും വലിയ കാര്യം ചെയ്യാൻ സാധിക്കും. എന്റെ അനുഗ്രഹവും പിൻബലവും എന്നും നിന്നോട് കൂടി ഉണ്ട്.